വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോകാനായിട്ട് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. നമ്മൾ കസിൻസ് ഇത്രയും പേരും കൂടി ഒരു ട്രിപ്പ് ഇതുവരെ ലോങ് ട്രിപ്പായിട്ട് ഇതുവരെ പോയിട്ടുമില്ല, പോകുമെന്ന് വിചാരിച്ചതുമില്ല. കാരണം ഒള്ളി പ്ലാനിങ്. എല്ലാവരും ഭയങ്കര പ്ലാനിങ് ആണ്. അവിടെ പോകണം, ഇവിടെ പോവാം, ഈ ആഴ്ചക്കുള്ളിൽ എന്തായാലും പോയിരിക്കുമോ എന്നൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ഒന്നും നടക്കാറില്ല. പക്ഷേ ഈ ട്രിപ്പ് നമ്മൾ നടത്തി. നമ്മളെല്ലാവരും വാഗമണാണ് പോണത്. രാവിലെ ഇറങ്ങിയോണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് സാവധാനമാണ് പോയത്. പോണ വഴിക്ക് തന്നെ ഇല്ലിക്കൽ കല്ലെന്ന് പറയുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ വാഗമൺ പോയിട്ട് അവിടെ കുറച്ച് കറങ്ങണമെന്നൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തത്. ഈ സ്ഥലം ആരുടെ മൈൻഡിൽ ഇല്ലായിരുന്നു. ഒരു ഐഡിയ ഇട്ടത് കിച്ചുവണ്ണനാണ്. കിച്ചുവണ്ണൻ പോയിട്ടുണ്ടെന്നും പറഞ്ഞാണ് നമ്മളെ കൊണ്ടുപോയത്. ഒത്തിരി നടക്കാനുണ്ടായിരുന്നു. നമ്മൾ 5 മണിക്ക് മുന്നേ അവിടെ എത്തി. 7:30 ശേഷമാണ് അവിടുന്ന് ജീപ്പിൽ നമ്മളെ മേലിലോട്ടൊക്കെ കൊണ്ടുപോകണത്. അതുകൊണ്ട് നമ്മൾക്ക് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫുൾ നടന്ന് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഇന്നലെ രാവിലെ പോയി ഒരു കണ്ണാക്ക് പാൻറ് വാങ്ങി. എന്റെ ഐഡിയ പോയി. അത്യാവശ്യം നടക്കാനുണ്ട്. ഹെയർ പിന്നാണ് മൊത്തം. ഹെയർ പിന്ന് കട്ട് ചെയ്ത് നമുക്ക് ഷോർട്ട് കട്ട് വഴി കയറാം. പക്ഷെ അത് കുറച്ച് റിസ്ക് ആണ്. കാരണം കല്ലൊക്കെയാണ്. ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ തലയും കുത്തി താഴെ കിടക്കും. ഞാനും സ്നേഹ ചേച്ചിയൊക്കെ കുറച്ചൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് കയറി. എന്നിട്ട് നമ്മൾ മേൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. സൺറൈസ് കാണാനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് മേലെത്തിയത്. അപ്പുണ്ണിയണ്ണനും ചേച്ചിയൊക്കെ 2-3 ഹെയർ പിന്ന് താഴെ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ച് മേലിൽ കയറ്റി. ഞാനും സ്നേഹ ചേച്ചിയൊക്കെ ഇവരെ കൂടെയാണ് വന്നത്. പക്ഷെ ഇവർ കുറച്ച് നേരം തറയിലിരുന്ന് റെസ്റ്റൊക്കെ എടുത്തായിരുന്നു. പിന്നെ ഞാനും ചേച്ചി ഷോർട്ട് കട്ടൊക്കെ കയറിയത് കാണുവാണ് പെട്ടെന്ന് മേലെത്തിയത്. ആദ്യം നമ്മൾ വിചാരിച്ച് മേലിൽ പോയവരെ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവരെ ഇൻ്റർവ്യൂ ചെയ്ത് എല്ലാ കാര്യവും ചോദിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ നമ്മൾ സൺറൈസ് കണ്ടതിൽ നിന്നും കുറച്ചുകൂടെ മേലോട്ട് കയറാറുണ്ട്. അവിടെയാണെങ്കിൽ സ്റ്റെപ്പും കാര്യങ്ങളും ഒന്നുമില്ല. കറക്റ്റ് പാറക്കല്ലുകൾ ആ ഒരു കമ്പിയിൽ പിടിച്ച് വലിഞ്ഞ് കയറണമായിരുന്നു. അവിടെ The girl with pavada is very difficult to teach. The girl with the pavada is difficult to wrangle. My God. തിരിച്ചിറങ്ങാൻ നല്ല പാടുണ്ടായിരുന്നു. കാരണം കുത്തനെ കിടക്കുകയാണ്. നമ്മൾ കയറുമ്പം വലിഞ്ഞു പിടിച്ചായാലും എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് കയറിക്കോളും. ഇറങ്ങാൻ കുറച്ച് പാടുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ അങ്ങ് ഇറങ്ങി താഴെ എത്തിയായിരുന്നു. തിരിച്ചിറങ്ങാൻ നേരത്ത് നമ്മളെല്ലാവരും കൂടി ഷോർട്ട് കട്ട് വഴി കട്ട് ചെയ്താണ് പോയത്. കാരണം ഹെയർ പിന്ന് നടക്കുക എന്ന് വെച്ചാൽ കുറച്ച് നടക്കമുണ്ട്. ഷോർട്ട് കട്ടാണെങ്കിൽ ഇതുപോലെയൊക്കെ അങ്ങ് വലിഞ്ഞു പിടിച്ച് ഇറങ്ങി വന്നാൽ മതിയായിരുന്നു. എല്ലാവരും ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്തൊക്കെ അങ്ങ് താഴെ എത്തി. താഴേന്ന് കാർ എടുത്തിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ റൂമിലോട്ടാണ് പോയത്. റൂം എടുത്തത് ഉളുപ്പുണ്ണിയിലാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കുള്ള ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ വെയിലും ഉണ്ട്, ചൂടും ഉണ്ട്, പക്ഷെ നല്ല തണുത്ത കാറ്റും ഉണ്ട്. നമ്മൾ എടുത്ത റൂമെന്ന് പറയുന്നത് ഗ്ലാസ് ഇട്ട റൂമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഉച്ചയ്ക്കൊന്നും കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. വെയിലടിക്കുന്നത് കാരണം ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ സിറ്റ് ഔട്ടിൽ അങ്ങ് കിടന്ന് ഒരു ഉറക്കം ഉറങ്ങി. കാരണം വീട്ടിൽ നിന്ന് രാവിലെ വെളുപ്പിന് ഇറങ്ങിയതല്ലേ. അപ്പം എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഒരു 2 മണിക്കൂറൊക്കെ കിടന്നുറങ്ങിയപ്പോൾ എല്ലാവരും നല്ല ആക്റ്റീവായി. നമ്മൾ റൂമിൽ കയറിയിട്ട് പിന്നെ താഴോട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. കാരണം എല്ലാവർക്കും നല്ല ക്ഷീണമായിരുന്നു. നല്ല കാല് കഴപ്പുണ്ടായിരുന്നു. കാരണം അത്രയും നടന്നത് കാരണം നല്ല കാല് കഴപ്പുണ്ടായിരുന്നു. താഴെ ഫുൾ തേയിലത്തോട്ടമാണ്. അപ്പം അവിടെയൊക്കെ ഇറങ്ങി ഇങ്ങനെ കണ്ട് കുറച്ച് നല്ല തണുപ്പുണ്ടായിരുന്നു. വൈകിട്ട് വെയിലുണ്ടെങ്കിലും തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ആദ്യം പൈൻ ഫോറസ്റ്റിലും കൂടി പോയിട്ട് റൂമിൽ പോയാൽ മതി എന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെയും കൂടി കയറാനുള്ള ആവതാരക്കും ഇല്ല. കാരണം നല്ല വെയിലത്താണ്. നമ്മൾ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ പോയായിരുന്നു. പക്ഷെ ഭയങ്കര വെയിലായത് കാരണം നമ്മൾ പോകുന്ന ദിവസം അവിടെയും കൂടി കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. നമ്മളെ റൂമിൽ ഇങ്ങനെ DJ ലൈറ്റും വലിയ സ്പീക്കറൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ ആയിട്ടാണ് പോയത്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അവിടെ തന്നെ എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് ആ ബേക്കറി
പിന്നെ രാത്രിയായപ്പോൾ നമ്മളൊന്ന് ഫുഡൊക്കെ മേടിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു 5-6 ബേക്കറിയിലെങ്കിലും നമ്മൾ കയറിയായിരുന്നു. നമ്മളൊരു ലിച്ചീൻ്റെ ജ്യൂസ് മേടിക്കാനായിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയത്. പിന്നെ കുറച്ച് ഫുഡ് കുറേ ബേക്കറി കയറി, പക്ഷെ അത് മാത്രം കിട്ടിയില്ലായിരുന്നു. കിട്ടിയതും വാങ്ങി നേരെ റൂമിലോട്ട് പോയി. നമ്മൾ രാത്രി മന്തിയാണ് വാങ്ങിയത്. നല്ല ജ്യൂസി ചിക്കനായിരുന്നു. മന്തി കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രാത്രിയായപ്പോൾ നല്ല തണുപ്പ് ഇങ്ങനെ ഇറങ്ങുന്നുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച തണുപ്പൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു, പക്ഷേ രാത്രിയായപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുത്തെ ബേക്കറിയിൽ നിന്ന് കുറച്ച് പലഹാരങ്ങളൊക്കെ മേടിച്ചായിരുന്നു. അപ്പം അതെല്ലാവരും കൂടി കഴിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ മിക്സർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം കഴിച്ചിട്ട് പിന്നെ ലാസ്റ്റ് ഡാൻസായി, ഫുൾ ഡാൻസ്. നമ്മൾ എല്ലാ വീക്കെൻഡിലും നമ്മൾ എൻ്റെ വീട്ടിൻ്റെ താഴെ കായലാണല്ലോ, അപ്പോൾ അവിടെ എല്ലാവരും കൂടി ഒന്ന് കൂടാറുണ്ട്. നമ്മൾ കസിൻസ് എല്ലാവരും ഒരു കോമ്പൗണ്ടിൽ തന്നെ, വീട്ടിൻ്റെ താഴെയും മേലും ഒക്കെ ആയിട്ടാണ് നമ്മൾ എല്ലാവരും താമസിക്കുന്നത്. അപ്പം എല്ലാ വീക്കെൻഡിലും കായലിൽ കൂടാറുണ്ട്. അതല്ലാതെ നമ്മളിങ്ങനെ ലോങ് ട്രിപ്പായിട്ടൊന്നും എങ്ങും പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ്, ഫുൾ അടിച്ച് പൊളിച്ചായിരുന്നു. പിന്നെ ലാസ്റ്റ് ഡാൻസ് കളിച്ചൊക്കെ എല്ലാവരും കിടന്നുറങ്ങി. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പൈൻ ഫോറസ്റ്റിൽ പോയ വീഡിയോ ആയിട്ട് വരാം. അപ്പം ടാറ്റാ.